ഹായ് ചിലഗ്ലീസ്. അപ്പം ഇപ്പൊ രാത്രി 11 മണിയായിട്ടുണ്ട്. ഞങ്ങളൊരു സ്ഥലം വരെ പോവാ. എവിടെയാന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് സ്റ്റാഫ് ടൂർ ആണ്. നമ്മുടെ തൃശ്ശൂർ അതിരപ്പള്ളിയാണ് കേട്ടോ പോണത്. അപ്പം 12:25 ട്രെയിന്. എന്റെ കൂടെയുള്ള ടീച്ചേഴ്സൊക്കെ മിക്കവരും തന്നെ അങ്ങ് റെയിൽവേ സ്റ്റേഷനിലെത്തും. അപ്പൊ ഞങ്ങൾ പോകുന്നത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ എൻ്റെ 2 വീലറിനാണ് കേട്ടോ പോകുന്നത്. അപ്പൊ നമുക്ക് പോയിട്ട് ഓൺ ദ വേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാമേ. ഇപ്പൊ പോട്ടാ പോട്ടാ കുറ്റാ പോട്ടാ. ആ വഴക്കുണ്ടാക്കല്ലേ. അപ്പൊ ടാറ്റാ. അപ്പം ഗൈസ് ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. 12:30 ആയതുകൊണ്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നവരെല്ലാം നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങളുടെ ഈ അലപ്പും ബഹളമൊക്കെ കേട്ടപ്പോഴേക്കും അവർ ഞങ്ങളോട് പറഞ്ഞു മര്യാദയ്ക്ക് കയറി കിടന്നുറങ്ങാൻ പറഞ്ഞു. എന്നിട്ടും ഞങ്ങൾക്ക് കിടക്കാൻ മടിച്ചിട്ട്, കാരണം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കടിപിടി സാധനങ്ങളൊക്കെ കഴിച്ചപ്പോൾ അത്രയും സമയം മിണ്ടാതിരിക്കുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങളും വിചാരിച്ചു മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു ഞങ്ങളും കിടക്കാൻ വേണ്ടി പോയി കേട്ടോ. രാവിലെ 5 മണിയായപ്പം എല്ലാവരും വിളിച്ചെഴുന്നേൽപ്പിച്ചു. എല്ലാവരും ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ ഡോറിൽ നിന്ന് യാത്ര ചെയ്യണമെന്ന് കേട്ടോ. അങ്ങനെ അവിടെ വന്ന് യാത്രയൊക്കെ ചെയ്ത് ഞങ്ങൾ ഫ്രഷ് ആവാൻ വേണ്ടി ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു റെസ്റ്റ് റൂമിൽ തന്നെയായിരുന്നു. 1 ഹവറിന് 30 റുപ്പീസ് വെച്ചിട്ടായിരുന്നു അവിടെ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം ആയിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും നല്ല സുന്ദരി കുട്ടികളായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങോട്ട് ഇറങ്ങിയവരല്ല കേട്ടോ. ഇപ്പം തിരിച്ചു വരുമ്പം എല്ലാവരും മാറിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ തിരിച്ചു വരും. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നല്ല ഒരു അടിപൊളി ഒരു ഹോട്ടലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫുഡ് വന്നിട്ട് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ വാങ്ങിച്ചത് പൂരിയും മുട്ടക്കറിയായിരുന്നു. പിന്നെ ബാക്കി ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് ഓരോ ഫുഡുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഫുഡും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പിന്നെന്താ, ഞങ്ങളുടെ ലക്ഷ്യം തന്നെ മാക്സിമം അഫോർഡബിൾ ആക്കുക എന്നുള്ളതാണ്. എത്രയും ചിലവ് ചുരുക്കാമോ അത്രയും ചിലവ് ചുരുക്കി ഒരു യാത്ര പോയിട്ട് വരിക എന്നുള്ളതാണ്. അപ്പം എന്താ, ഞങ്ങൾ ഇനി പോകുന്നത് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ് ഗൈസ്. അതിരപ്പള്ളിയിലേക്കുള്ള നോക്കി പോവാണ്. ആക്ച്വലി ഞങ്ങൾ പാക്കേജ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ 2 ദിവസം മുമ്പുള്ള പെരുമഴ ആയതുകൊണ്ട് അങ്ങോട്ടുള്ള ഗതാഗതം ഇല്ല എന്നവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു KSRTCക്കാർ. അതുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റ് ടൂറിസം ഞങ്ങൾ അതിനേക്കാൾ ബഡ്ജറ്റിലുള്ള ടൂറിസം ആക്കി മാറ്റി നമ്മുടെ നോർമൽ KSRTC ബസ്സിൽ കയറി ചാലക്കുടി ടു അതിരപ്പള്ളി 40 സംതിങ് റുപ്പീസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ യാത്രയാണ്. ഇവിടെ അടിപൊളിയാണ്. KSRTC യാത്ര തന്നെ സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും പറ്റുമെങ്കിൽ ഒരു തവണയെങ്കിലും ഈ ബഡ്ജറ്റ് ടൂറിസം ഒന്ന് ട്രൈ ചെയ്താൽ അടിപൊളിയായിരിക്കും തോന്നും. അത് നമ്മുടെ പ്രിയപ്പെട്ടവരും കൂടെ ഉണ്ടാവണം കൂടെ. നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ ഹസ്ബൻഡോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ യാത്ര ഭയങ്കര സൂപ്പറായിരിക്കും. എന്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണെന്നറിയോ. നോക്കിക്കൊണ്ടിരുന്നാൽ മതി. പിന്നെ ഞാൻ ബസ്സിൽ എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറോളം ഇരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഇവിടുന്ന് അങ്ങോട്ട്. അപ്പം ഞാൻ ഛർദ്ദിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അവമിനൊക്കെ കഴിച്ച് ഇടയ്ക്ക് ഉണരും ഇടയ്ക്ക് ഉറങ്ങും. അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഇരുന്നത്. എന്നാലും ഇടയ്ക്ക് ഞാൻ ഉണർന്നു കഴിയുമ്പോൾ കാണുന്ന കാഴ്ച ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂറത്തെ യാത്രയ്ക്കൊക്കെ ശേഷം ഞങ്ങളിത് അതിരപ്പള്ളി വന്നിറങ്ങിയിട്ടുണ്ട്. നല്ല വെയിലായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ ഓരോ തൊപ്പിയൊക്കെ വാങ്ങിച്ച് ഞങ്ങളെല്ലാം കൂടെ പോവുകയാണ്. എല്ലാവരെയും കൂടെ കണ്ടാൽ പട്ടണത്തിലിറങ്ങിയ സുന്ദരന്മാരെ പോലെയുണ്ട് ഗൈസ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ മറ്റേ എന്താ പറയുക, നമ്മുടെ ഈ പൈനാപ്പിള് അങ്ങനത്തെ കുറേ കുഞ്ഞു ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് ഞങ്ങളിതാ ഇങ്ങോട്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അതിരപ്പള്ളിയല്ല, അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ നടക്കാനുണ്ട് കേട്ടോ. ആക്ച്വലി കുറേ നടന്ന് എല്ലാവരും എന്താ പറയുക, എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് ഇതെല്ലാവരും കൂടെ നിങ്ങൾ കണ്ടാൽ വിചാരിക്കും ഇവിടുന്ന് വലിയ വിദേശ ടൂറൊക്കെ കഴിഞ്ഞ് വരുന്ന പോലെയുണ്ട്. ഭയങ്കര സെറ്റപ്പാണ്. വേറെ ആരും അങ്ങനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും ഇതൊക്കെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് ഈ സ്കൂളും തിരക്കും ഈ കുട്ടികളും എല്ലാം കഴിഞ്ഞ് ഒക്കെ ആയി ആകെപ്പാടെ തലച്ചോറ് ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞെരിപിരി കൊള്ളുന്ന സമയത്ത് ഞങ്ങൾ കണ്ടെത്തുന്ന മാർഗ്ഗങ്ങളാണ് കേട്ടോ. ഒന്ന് ഫ്രഷ് ആവുക, അത്രയേ ഉള്ളൂ. നമ്മൾ കാണുന്ന കാഴ്ചകളേക്കാൾ കൂടുതൽ നമ്മുടെ കൂടെ ഉള്ളവരുടെ ഒപ്പം ഉണ്ടാകുമ്പോൾ അത് ഭയങ്കര ഒരു അടിപൊളിയാണ്. അപ്പം ഞങ്ങളിതാ പോവുകയാണ്. ഇനി ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്നൊരു കുഞ്ഞു കുട്ടിക്കുടിലൊക്കെ പോലെ ഒരു മുകൾ ഭാഗത്താണ് ഞങ്ങൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം ഞങ്ങൾ അവിടെ അങ്ങനെ നിന്നില്ല. കാരണം ഞങ്ങൾ 1, 2, 3 സ്ഥലങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. അതിരപ്പള്ളി, വാഴച്ചാൽ, പിന്നെ മലക്കപ്പാറ, ഈ 3 സ്ഥലങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ ഈ അങ്ങോട്ടുള്ള ബഡ്ജറ്റ് ടൂറിസം ഇല്ലയെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിരപ്പള്ളി മാത്രമായിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഈ ട്രിപ്പ് ഒന്ന് ചുരുക്കുമായിരുന്നു. അപ്പം ഫുൾ ടൈം അതിരപ്പള്ളി അന്ന് ഫുൾ അവിടെ ചിലവഴിക്കാം എന്നുള്ള കാര്യമായിരുന്നു. അപ്പം അങ്ങനെ അതുകൊണ്ട് രാവിലെ സമയത്താണ് നമ്മളിവിടെ എത്തിച്ചേർന്നതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഞങ്ങൾ അധികം നിന്നില്ല. പിന്നീട് വരാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ആ താഴത്തെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ പോകാൻ വേണ്ടി കുരങ്ങന്മാരുടെ ഭയങ്കര ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. അപ്പം അവർ നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും.
അപ്പം എന്താ പറയുക, ഞങ്ങളിനി അങ്ങ് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി താഴോട്ട് പോകണം. ഒരു 750, നമ്മുടെ ആ കുഞ്ഞു കുടിലുള്ള ആ സ്ഥലത്തു നിന്നും ഏകദേശം 750 മീറ്ററോളം ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പോവുകയാണ്. അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു, കാരണം ഇറക്കമാണല്ലോ. ഞങ്ങളെല്ലാവരും കൂടെ ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് അങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ അത് അവിടെ ചെന്നു. പക്ഷേ ഞങ്ങളുടെ കൂടി 10 പേര് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് പേർക്കൊന്നും കാലിൻ്റെ നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് പേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഗായ്സ് അടിപൊളിയാണ്. പക്ഷേ ഞാൻ വീഡിയോസിലൊക്കെ കാണുമ്പം നല്ല ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഇതാണ്. പക്ഷെ അത്രയ്ക്കും ഉണ്ടായിരുന്നില്ല, കാരണം വെള്ളം കുറവായിരുന്നു ആക്ച്വലി. അവിടെയൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിതാ തിരിച്ച് വീണ്ടും മുകളിലോട്ട് പോവാണ്. ഇനി മുകളിൽ ചെന്നിട്ട് വേണം ഗൈസ്, പോകുന്ന വഴിക്കെല്ലാം ഇരുന്നും നിന്നൊക്കെയാണ് പോകുന്നത്. കാരണം കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് നടക്കാനുണ്ട് ആക്ച്വലി. എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇനി ഞങ്ങൾക്ക് കുറച്ച് റീൽസ് പ്രാക്ടീസ് ചെയ്യാണ്. ഈ കാണുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ മന്മഥ മോഹത്തിലെ ആ പാട്ടാണ് ഈ കാണുന്നത് ഗൈസ്. ഞങ്ങളെ ആരും തല്ലി കൊല്ലരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഉച്ച കഴിഞ്ഞു. അപ്പം കുറേ നേരം ഞങ്ങൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തു. അവിടെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ആക്ച്വലി ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ കുളിക്കാൻ പോവുകയാണ് ഗൈസ്. ആ കിടക്കുന്നത് കണ്ടോ, എല്ലാവരും ആ കിടക്കുന്നവരെ കണ്ടോ, അടിപൊളിയായിരുന്നു. ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഞാൻ ഇറങ്ങുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നിന്നു. പക്ഷേ അതുങ്ങളെല്ലാം കൂടെ എന്നെ പിടിച്ച് വെള്ളത്തിൽ മുക്കി. അങ്ങനെ ഞാനും വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിച്ച് ഇപ്പം വീണ്ടും സുന്ദരിയായിരിക്കുകയാണ് കേട്ടത്. നമ്മൾ സ്ത്രീകൾക്ക് പിന്നെ സൗന്ദര്യമാണല്ലോ, മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ അടിപൊളിയായിട്ടിരിക്കണം എന്നുള്ള ഇതുള്ളത് കൊണ്ട് ഞങ്ങളൊക്കെ മേക്കപ്പ് ഇങ്ങോട്ട് മത്സരിച്ച്, പ്രത്യേകിച്ച് ഞാൻ കേട്ടോ, മത്സരിച്ചാണ് മേക്കപ്പ് ഇട്ടോണ്ടിരുന്നത്. ഇനി ഞങ്ങൾ തിരിച്ചു വരുവാ. കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. നമ്മൾ ആദ്യം ബസ്സിൽ വന്ന് ഇറങ്ങിയ സ്ഥലമില്ലേ, അവിടെ നിന്ന് തന്നെ ഒരു കടിപിടി സാധനമൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് വരുവാണ്. ഫുഡ് ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല ഇതുവരെയും. പോകുന്ന വഴിക്കാണ് ഏതോ ഒരു ആനയും കുട്ടിയും കൂടെ റോഡ് ക്രോസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അവിടെ പോലീസുകാരെ തടഞ്ഞു നിർത്തിയേക്കാണ്. അതുകൊണ്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യണം. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോരുന്നത്. തിരിച്ചതാ ഞങ്ങൾ ചാലക്കുടി എത്തി. ഇനി ഞങ്ങൾ അവിടെ നിന്ന് നടക്കുകയാണ് ഗൈസ്, ഫുഡ് കഴിക്കാൻ വേണ്ടി. ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് തപ്പി ഇങ്ങനെ നടക്കണം. ആരോ പറഞ്ഞു ഏത് മന്തിക്കടയാണ്. ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടി പോവാണ്. 100-200 കിലോമീറ്റർ നടന്ന് നമ്മുടെ തൃശ്ശൂർ ചാലക്കുടിയിലുള്ള മന്തി മനസ്സിൽ, അവിടെ ഞങ്ങൾ മന്തി മനസ്സിലിട്ട് പോവാണ് കേട്ടോ. ഇനി റോഡിൽ തന്നെ സ്മെല്ലടിക്കുന്നുണ്ട്. മന്തി കഴിക്കാനെല്ലാം പറഞ്ഞാൽ ആകെ പാടെ പെട്ടുപോകുമല്ലോ. ഞങ്ങൾക്കാണെങ്കിൽ മന്തി കഴിച്ചാൽ മതി. അങ്ങനെ ഞങ്ങളിതാ മന്തി കഴിക്കാൻ വേണ്ടി ഓടി വന്ന് മന്തി മനസ്സിൽ എത്തിച്ചേർന്നു ഗൈസ്. പുറകെയുള്ളവരൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ആവശ്യമായി, കാരണം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ്. ഇതുവരെ ഒരു ചായയും ഒരു പരിപ്പുവട അല്ലാതെ വേറൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ആന തിന്നാനുള്ള വിശപ്പിനാണ് ഇതാ വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ ഓർഡർ ചെയ്തു. എന്താ പറയുക, ഞങ്ങൾ ഈ 10 പേർക്കും കൂടെ ഞങ്ങൾ 2.5 മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നമ്മുടെ ലക്ഷ്യം എന്താണ്, ചിലവ് ചുരുക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ആന തിന്നാനുള്ള വിശപ്പെന്നൊക്കെ പറഞ്ഞ് കഴിച്ചെങ്കിലും നമുക്ക് അധികം കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം വിശന്നിരിക്കുമ്പം നമുക്ക് അധികം കഴിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ അവിടെ ഞങ്ങളുടെ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അവിടെ കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കേട്ടോ, റെയിൽവേ സ്റ്റേഷൻ. അവിടെയായിരുന്നു ഗൈസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത ബാക്കി റീൽസും എല്ലാം അവിടെ വെച്ചായിരുന്നു. എന്താ രസമെന്നറിയാമോ, ഒരു രക്ഷയില്ല. ഇത്രയും നല്ല വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, അങ്ങനെ ട്രെയിനിലൊക്കെ കയറി വീണ്ടും ഒന്ന് കിടന്നുറങ്ങി. അങ്ങനെ യാത്ര വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. തിരിച്ച് നമ്മൾ ട്രെയിനൊക്കെ കഴിഞ്ഞ് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് എത്തിച്ചേരുകയാണ്. അപ്പം എന്താ പറയുക, ഈ പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നില്ലെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള യാത്ര, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെയൊക്കെയുള്ള യാത്ര ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആ ഓരോ സമയവും നമ്മൾ എൻജോയ് ചെയ്യുക. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഏറ്റവും കുറഞ്ഞത് എന്താ പറയുക, ഒരു 1000 രൂപയിൽ താഴെയായിരുന്നു ഫുള്ള് ചിലവും, ട്രെയിൻ ടിക്കറ്റും ഒക്കെ ഉൾപ്പെടെ 1000 റുപ്പീസിൽ താഴെയായിരുന്നു. അപ്പം ഇടയ്ക്ക് ഇങ്ങനത്തെ ബഡ്ജറ്റ് ടൂറിസമൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. KSRTC യാത്രകൾ എക്സ്പീരിയൻസ് ചെയ്യുക. കുറേ പൈസയൊക്കെ ചിലവഴിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതലും ഇങ്ങനെയൊക്കെ ഉള്ള യാത്രകൾ ഉണ്ടാവട്ടെ, യാത്രകൾ ചെയ്യട്ടെ, അല്ലേ? യാത്രകൾ എപ്പോഴും നമ്മളെ ഭയങ്കര ഫ്രഷ് ആക്കി വെക്കുന്നൊരു സംഭവമാണ്. അപ്പം എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സൊക്കെ ഞങ്ങളെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാം ഭയങ്കര, എൻ്റെ വീട്ടിലുള്ളവർ പറയാറുണ്ട്, അവൾ എവിടെ പോയാലും അവൾക്ക് പറ്റുന്ന കൂട്ടിനെ അവൾ കണ്ടെത്തിക്കോളും. ശരിയാണ്. ഞാൻ മുമ്പിൽ നിന്ന സ്കൂളിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും എനിക്ക് പറ്റുന്ന അടിപൊളി ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി. താങ്ക്സ് ഗോഡ്. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.